പത്തരമാറ്റിലെ പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നന്ദു അനിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ കാര്യം എന്നോട് നേരത്തെ പറയാഞ്ഞത്? ഈ ആലോചനയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്ന അച്ഛനും അമ്മയും എതിര് പറയുമോ? ഞാനിട്ടത്ത് എതിര് പറയുമോ? എല്ലാവരും ഇതിന് അനുകൂലിക്കത്തില്ലേ ഉള്ളെന്ന് പറയാണ്. അനി പറയുന്നുണ്ട്, അതിന് നവീൻ്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ മാറി, ഇപ്പം അമ്മയ്ക്ക് ഇഷ്ടമാണ്, എങ്ങനെയെങ്കിലും അയാളുടെ കല്യാണം നടന്നാൽ മതിയെന്ന് അവരുടെ വിചാരം. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നന്ദു അനിയെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. നീ എന്താ എനിക്ക് ഇഷ്ടമല്ലെന്നുള്ള മറുപടി കൊടുക്കാൻ എന്താന്ന് അനി ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാടാ? ചിലരുടെ മുഖത്ത് നോക്കി നമുക്ക് എടുത്തടിച്ച് പോലെ മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. മാത്രവുമല്ല, എനിക്കും നിനക്കുമൊക്കെ നവീനേട്ടനോട് കടപ്പാടുണ്ട്. അന്ന് നവീനേട്ടൻ ആ കേസ് വാദിച്ചില്ലായിരുന്നെങ്കിൽ നിൻ്റെ കുടുംബം മൊത്തം ഇപ്പോൾ ജയിലിലായെന്ന് പറയുകയാണ്. അതിനുശേഷം നവീനാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദു അവിടെ നിന്ന് പോയിരുന്നു. അവിടുത്തെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാർ വീണ്ടും നന്ദു സാറിനെ തിരക്കി വന്നതാണോ? അതെ എന്ന് പറയുന്നുണ്ട്. നന്ദു സാർ അപ്പോഴേ പോയല്ലോ, എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുന്നുണ്ട്. അതറിയത്തില്ല, മിക്കവാറും അനിയുടെ കൂടെ വല്ല ബീച്ചിലും കാണുമെന്ന് പറയാണ്. അതെന്താ അനിയുടെ കൂടെ ബീച്ചിൽ കാണുമെന്ന് പറഞ്ഞത്? അനിക്കാണെങ്കിൽ നന്ദു സാറെന്ന് പറഞ്ഞാൽ ജീവനാ. നന്ദു സാറിന് അങ്ങനെ പുരുഷന്മാരോടൊന്നും ഒരടുപ്പോ അനുകമ്പയോ തോന്നത്ത, പക്ഷേ അനിയെന്ന് പറഞ്ഞാൽ നന്ദു സാറിന് ജീവനാണെന്ന് പറയാണ്. അങ്ങനെ നവീൻ മനസ്സിലാക്കുന്നുണ്ട് നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അങ്ങനെ നവീൻ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോകുമ്പോൾ നന്ദുവും അനിയും കൂടെ കൈപിടിച്ച് അടുപ്പത്തോടെ സന്തോഷത്തോടെ വരുന്നത് കാണുമ്പോൾ നവീന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ഇനിയെങ്കിലും നവീൻ ഈ കല്യാണ ആലോചനയിൽ നിന്ന് പിന്മാറിയാൽ മതിയായിരുന്നു. എന്തായാലും നവീന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.